ഹായ് ഓൾ, വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, ഡാൽഗോണ കോഫി വളരെ ട്രെൻഡിങ് ആയി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഡാൽഗോണ കേക്ക്, ഡാൽഗോണ പുഡിങ് ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഡാൽഗോണ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. അപ്പോൾ ഞാനിവിടെ ഡാൽഗോണ പുഡിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് മിൽക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി 1 കപ്പ് പാൽ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി 1/2 കപ്പ് പാലിലോട്ട് 1/4 കപ്പ് കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഡയറക്റ്റ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ കോൺഫ്ലോർ മിക്സ് ചെയ്ത പാലും കൂടെ അതൊഴിച്ച പാലിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടായിരിക്കണം ഇത് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കുക വേണം. ചെറിയ ഫ്ലെയിമിലിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ഇനി നമ്മളൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്കോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറിയ ഫ്ലെയിമിലാക്കി നന്നായിട്ട് ഇതൊന്ന് കുറുക്കി കൊണ്ടുവരാം. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് കോൺഫ്ലോർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ അടുത്തും കോൺഫ്ലോർ കാണണമെന്നില്ല. അപ്പോൾ മൈദപ്പൊടി ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ മൈദപ്പൊടി പാലിൽ യോജിപ്പിച്ചതിന് ശേഷം 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ കണ്ടോ, ചെറുതായിട്ട് പാല് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കോൺഫ്ലോർ നന്നായി കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു പുഡിംഗ് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ കോൺഫ്ലോർ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ചൂടാറിന് ശേഷം ഒന്ന് ഫ്രീസറിൽ വെച്ച് ഒന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി അതൊന്ന് സെറ്റാവുന്ന ടൈം കൊണ്ട് നമുക്ക് ഡാൽഗോണ മിക്സ് റെഡിയാക്കാം. ഡാൽഗോണ മിക്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ നെസ്കഫയുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിസ്കോ അല്ലെങ്കിൽ ബീറ്ററോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ വിസ്ക് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഞാൻ മുന്നേ ഒരു ഡാൽഗോണ കോഫിയുടെ റെസിപ്പി ചെയ്തിരുന്നു. അത് ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ വിസ്ക് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ട് തന്നെ ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ പെട്ടെന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബീറ്ററൊന്നും വേണമെന്നില്ല കേട്ടോ. പെട്ടെന്ന് വിസ്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ഏകദേശം 10 മിനിറ്റാണ് നമ്മുടെ പുഡിംഗ് മിക്സ് ഫ്രീസറിൽ വെച്ചത്. അപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് മിക്സിൻ്റെ മുകളിലായിട്ട് ഡാൽഗോണ ക്രീം ഒന്ന് ടോപ്പിംഗ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള ഡാൽഗോണ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ചോക്കോ ചിപ്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം സെർവ് ചെയ്യാം. എല്ലാവർക്കും ഡാൽഗോണ പുഡിംഗ് റെസിപ്പി ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെയും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ മതി. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. All take care. Thanks for watching and bye-bye.